ചിലർക്ക് പ്രതീക്ഷകൾ വളരും, ചിലർക്ക് പ്രതീക്ഷകൾ കൊഴിയും. അങ്ങനെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ് അതിൻ്റെ വോട്ടെണ്ണൽ ക്രമീകരണങ്ങൾ പൂർത്തിയാകുന്നു. 7 മണിക്ക് സ്ട്രോങ് റൂമുകൾ തുറക്കും. ഇത്രയധികം ദിവസം ജനങ്ങളുടെ വോട്ട് ശേഖരിച്ചു വച്ച ആ മെഷീനുകൾ തുറന്ന് വോട്ടെണ്ണാൻ തുടങ്ങുന്നതോടുകൂടി കേരള രാഷ്ട്രീയം ഇനി എങ്ങോട്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകും. 3 മുന്നണികൾക്കും ഏറ്റവും നിർണായകമാണ്. ഭരണ തുടർച്ച ലഭിച്ചില്ലെങ്കിൽ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഭരണത്തില്ലാത്ത പാർട്ടിയായി CPM മാറ്റപ്പെടും. CPM-നെ അങ്ങനെ ചരിത്രത്തിൽ CPM ഏറ്റവും വലിയ തിരിച്ചടിയായി ഇത് മാറും. 4 സംസ്ഥാനങ്ങളിൽ ഭരിച്ചിരുന്ന പാർട്ടി പിന്നീട് ഒരിടവുമില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് CPM-ന് ഈ തെരഞ്ഞെടുപ്പ്. UDF-നാകട്ടെ ഈ മുന്നണി സംവിധാനം ഇത്തരത്തിൽ നിലനിൽക്കണമെങ്കിൽ ഇത്തവണ വിജയിച്ചേ മതിയാകൂ. അതും ഒരു നല്ല മാർജിനുള്ള വിജയം അനിവാര്യമാണ്. പ്രതിപക്ഷ പറഞ്ഞ കംഫർട്ടബിൾ മജോറിറ്റി റൈറ്റ്. അതെ, അരുൺ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും നിർണായകമാണ്. അതെ, നമ്മളിനി പോകുന്നത് കോട്ടയത്തേക്കാണ്. കോട്ടയത്ത് 9 മണ്ഡലങ്ങൾ. ഈ 9 മണ്ഡലങ്ങൾ ഒരു UDF-ന് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നതാണ്. 2021 അവിടെ 5-4 അല്ലേ? 5-4. അതെ, LDF 5 UDF 4 എന്നതായിരുന്നു കോട്ടയത്തെ നില. ഇത്തവണ BJP-യുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ത് ഫലം കാണിക്കുന്നു എന്നറിയാൻ, അതെ എന്ത് റിഫ്ലക്ഷൻ അത് ഉണ്ടാക്കുന്നു എന്നറിയാൻ കോട്ടയത്തേക്ക് ഉറ്റുനോക്കുകയാണ്. മാത്രവുമല്ല, കേരള കോൺഗ്രസുകളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം എന്നത് തന്നെ കാണാം. ഇനി ഹങ് അസംബ്ലിയിലേക്കൊക്കെ പോവുകയാണ് എങ്കിൽ പിന്നീടുള്ള കണ്ണുകൾ. ജി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് കോട്ടയത്തിന്റെ അന്തരീക്ഷം? എങ്ങനെയാണ് ജനങ്ങൾ ചിന്തിച്ചതെന്ന് അറിയാൻ ഇനി ഏതാണ്ട് മിനിറ്റുകളുടെ കാത്തിരിപ്പേ ഉള്ളൂ എന്ന് നമുക്ക് പറയാം. എന്താണ് അവിടെ നിന്ന് ഏറ്റവും ഒടുവിൽ നൽകാൻ പറ്റുന്ന വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എൽദോ, രേണുക. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെ നിങ്ങൾ ഈ സൂചിപ്പിച്ച രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് കോട്ടയത്തുമുള്ളത്. കോട്ടയത്തിന്റെ വിധി എന്ത് എന്നുള്ളത് വളരെ ചെറിയ മാർജിനിലാണ്. ഏത് ഭരണം വരുന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു തൂക്ക് സഭയിലേക്ക് പോലും പോയാൽ ജോസ് കെ മാണി വിഭാഗം, അങ്ങനെ കേരള കോൺഗ്രസുകളുടെ നിലപാട്, ഇതെല്ലാം വളരെ പ്രധാനമാകും. BJP സാന്നിധ്യം ഉറപ്പിക്കുമോ, BJP-യുടെ വളർച്ച എത്രത്തോളം, അക്കൗണ്ട് തന്നെ തുറക്കുമോ എന്നതടക്കമുള്ള ചർച്ചകൾ നടന്ന ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് മുന്നണികളുള്ളത്. കൗണ്ടിംഗ് സെന്ററുകളിലേക്ക് ഉദ്യോഗസ്ഥരെത്തി തുടങ്ങി. വൈകാതെ ഏജന്റുമാർ എത്തിത്തുടങ്ങും. ഞാനിപ്പോൾ നിൽക്കുന്ന കോട്ടയത്താണ്. കോട്ടയത്തെ 3 വോട്ടുകളാണുള്ളത്. തൊട്ടടുത്തുള്ള MD സെമിനാരി സ്കൂളിൽ കോട്ടയത്തെയും ഏറ്റുമാനൂരിലെയും എണ്ണും. ഏറ്റുമാനൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന ഒരു കണക്ക് ഏറ്റവും ഒടുവിലുണ്ട്. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് ബെസേലിയസ് കോളേജിലാണ്. ഇവിടെ വൈക്കത്തെ വോട്ടുകളാണ് എണ്ണുന്നത്. ഇവിടുത്തെ ദൃശ്യങ്ങൾ കണ്ടാൽ ഇവിടേക്ക് ഉദ്യോഗസ്ഥർ എത്തിത്തുടങ്ങി എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥരുടെ വലിയ നീണ്ട ക്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ എത്തി ഐഡന്റിറ്റി കാർഡ് വാങ്ങി ശേഷമാണ്, പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഉദ്യോഗസ്ഥരെ ഉള്ളിലേക്ക് കയറ്റിവിടുക. അതിനുള്ള നടപടിക്രമങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അവർക്ക് ഭക്ഷണത്തിനുള്ള കൂപ്പൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇവിടെയാണ് നൽകുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥർക്കുള്ള ID കാർഡ് വിതരണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ നീണ്ട ക്യൂ ആണ്. വൈകാതെ ഇത് പൂർത്തിയാക്കണം. ഇതിനുശേഷം ഏതാണ്ട് ഒരു 7:00 വിവിധ പാർട്ടികളുടെ ഏജന്റുമാരൊക്കെ ഇവിടേക്ക് പ്രവേശിക്കും. ഏതാണ്ട് ഒരു 7:30 ശേഷം ഈ സ്ട്രോങ് റൂം, തൊട്ടപ്പുറത്താണ് സ്ട്രോങ് റൂം ഉള്ളത്, അത് സ്ട്രോങ് റൂം തുറന്ന് ഇവിടേക്ക് ഈ കൗണ്ടിംഗ് സെന്ററിലേക്ക് ഈ പെട്ടികളെല്ലാം എത്തും. എന്തായാലും അരുണൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 8 മണിക്ക് തന്നെ ഈ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങും എന്നുള്ളതാണ്. അതായത് ആദ്യ ഫലസൂചന നമുക്ക് ആദ്യ മിനിറ്റുകളിൽ തന്നെ അറിയാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്കെടുത്ത് പറയാൻ സാധിക്കുന്നത്. EVM കൂടി വന്നാലായിരിക്കും ഒരു പൊതു ട്രെൻഡ് എങ്ങനെ എന്നുള്ളത്, അതായത് ഒരു 8:45 എന്താണ് സംഭവിക്കുക എന്നുള്ളത് സംബന്ധിച്ച് ഉള്ള വിവരം കിട്ടും. നമുക്കറിയാം, പല പ്രവചനങ്ങളും പലതരത്തിലും വന്നിട്ടുണ്ടെങ്കിൽ പോലും ഓരോ മണ്ഡലത്തിൻ്റെയും സ്വഭാവം വ്യത്യസ്തമാണ്. ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികൾ വ്യത്യസ്തരാണ്. പല രാഷ്ട്രീയ സാഹചര്യങ്ങളും താഴെത്തട്ടിൽ ചർച്ച ചെയ്തിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ എന്താകും ഫലം എന്നുള്ളത് ഓരോ മണ്ഡലത്തിനും പല സാഹചര്യങ്ങളും കൂടി കണക്കിലെടുത്ത് വ്യത്യസ്തമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും
വലിയ പ്രതീക്ഷയിൽ തന്നെ മുന്നണികൾ തുടരുകയാണ്. പല കണക്കുകൂട്ടലുകളുമുണ്ട്. UDFന്റെ ഒരു പ്രതാപകാലത്ത് കേവലം വൈക്കം മാത്രമാണ് LDFനൊപ്പം നിന്നിരുന്നത്. പക്ഷേ ആ കാലം മാറി ഇപ്പോൾ കൂടുതൽ സീറ്റുകളിലേക്ക് LDF ജയിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. ഏറ്റവും കൂടുതൽ സീറ്റ് 5-4 കഴിഞ്ഞ തവണ. ഇത്തവണ അതിന് മാറ്റമുണ്ടാകുമോ? പാല LDF പിടിക്കുമെന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. പൂഞ്ഞാർ പകരം UDF പിടിക്കുമെന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിലുള്ള കണക്കുകൂട്ടലുകൾ നടന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ കൗതുകം വാനോളമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓരോ മണ്ഡലത്തിനും ഓരോ രാഷ്ട്രീയമുണ്ട്. ഓരോ തരത്തിലുള്ള പ്രചരണങ്ങൾ അവിടെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫലം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ മണ്ഡലത്തിലേക്കും പ്രത്യേകം നമ്മൾ നോക്കേണ്ടി വരുന്ന സ്ഥിതിയാകും ഒരു പക്ഷേ ഉണ്ടാകുക, വലിയൊരു തരംഗം ഇല്ലെങ്കിൽ. ഉറപ്പായിട്ടും ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ അതിന്റെ തരംഗം എന്താണ് എന്നുള്ളതാണ്. കോട്ടയത്തെ സംബന്ധിച്ച് നേരത്തെ വൈക്കം മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ വൈക്കമല്ല, മറ്റു പല മണ്ഡലങ്ങളിലും അവകാശവാദം ഉന്നയിക്കാൻ കൃത്യമായും LDFന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഇത്തവണയും തുടരുമോ എന്ന് കാത്തിരിക്കാം. ഇനി നമുക്കൊന്ന് ഈ കേരളം മാത്രമല്ല, പുതുച്ചേരിയുണ്ട്, അസമുണ്ട്, തമിഴ്നാടുണ്ട്, പശ്ചിമ ബംഗാളുണ്ട്. ഇവിടുത്തെ ഒക്കെ വിവരങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലേക്ക് നമ്മൾ എത്തിക്കും. ഇതിനിടയിൽ അതെ വിജയ് മാജിക് എങ്ങനെയാണ് തമിഴ്നാട്ടിൽ അനുഭവപ്പെടാൻ പോകുന്നത് രാവിലെ തൃശ അവിടെ തിരുപ്പതി ക്ഷേത്രത്തിൽ ഒരു ദർശനം നടത്തിയിട്ടുണ്ട്. അന്ന് തൃശയുടെ തിരുപ്പതി പോയിട്ടുണ്ടെങ്കിൽ എന്ത് പ്രാർത്ഥിച്ചു എന്നുള്ളത് വരെ വാർത്തയായിരിക്കും. ഞാൻ വേറെ ഒന്നും ഉദ്ദേശിക്കുന്നത് തൃശയുടെ ബർത്ത്ഡേ ആയിരുന്നു രാവിലെ ദർശനത്തിന് പോയതാണ്. ഇന്ന് നല്ല രീതിയിൽ ചിന്തിച്ചൂടെ? തൃശ വോട്ട് ചെയ്യാൻ പോയപ്പോഴുണ്ടായ ചർച്ചകൾ അതാണല്ലോ. തൃശ ആർക്ക് വോട്ട് ചെയ്തു, എങ്ങനെ വോട്ട് ചെയ്തു എന്നുള്ളതുള്ള ചർച്ചകൾ വളരെ സജീവമായിരുന്നു. അതുപോലെ തൃശ ഇന്ന് ക്ഷേത്ര ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതും സ്വാഭാവികമായും ചർച്ചയാകും. എന്തായാലും തമിഴ്നാട്ടിൽ എന്ത് സംഭവിക്കുന്നു, അസമിൽ എന്ത് സംഭവിക്കുന്നു, എക്സിറ്റ് പോളുകൾ പറഞ്ഞതുപോലെയാണോ, ബംഗാളിൽ അവിടെ BJP പിടിക്കുമോ, വലിയ ആകാംക്ഷയുള്ളതാണ്. പക്ഷേ രാജ്യം ഏറ്റവും കൂടുതൽ നോക്കുന്നത് ബംഗാളിലേക്കായിരിക്കും. അവിടെ ഒരു അട്ടിമറി അല്ലെങ്കിൽ ഇതാണ് തൃശ രാവിലെ തിരുപ്പതിയിൽ എത്തിയതാണ്. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് വളരെ ചിരിച്ച് എന്താണ് തൃശയുടെ മനസ്സിൽ എന്നുള്ളത് എന്താ പറയുക, ജനമനസ്സ് അറിയാൻ കഴിയാത്തതുപോലെ തന്നെ നമുക്ക് അറിയാൻ കഴിയില്ല. തൃശയ്ക്കും ദൈവത്തിന് മാത്രം അറിയാം എന്താണ് നടന്നിട്ടുള്ളത് എന്ന്. എന്തായാലും ക്ഷേത്ര ദർശനത്തിന് ഇന്നത്തെ ദിവസം തന്നെ തൃശ തെരഞ്ഞെടുത്തിരിക്കുന്നു. തിരുപ്പതിയിലെത്തി ദർശനം നടത്തി. ഞാൻ മനസ്സിലാക്കി തൃശയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അതിന്റെ വേറൊരു കാര്യമില്ല. തൃശയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ പോയതാണ്. എന്താണെങ്കിലും തൃശ സ്വന്തം കാര്യം പ്രാർത്ഥിച്ച് മടങ്ങി വരുന്നു എന്ന് ഞാൻ പറഞ്ഞു പറയുന്നു. തൃശ ക്ഷേത്ര ദർശനം നടത്തിയിരിക്കുന്നു. തിരുപ്പതിയിൽ ദർശനം നടത്തി മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇന്ന് പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച്, പുതുച്ചേരിയെ സംബന്ധിച്ച്, അസമിനെ സംബന്ധിച്ച്, തമിഴ്നാടിനെ സംബന്ധിച്ചും നിർണായകമായ, കേരളത്തിനെ പോലെ തന്നെ നിർണായകമായ ദിവസമാണ്. രഞ്ജിത്ത് രാമചന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. നമ്മുടെ ഒരു പ്രത്യേകത മാജിക് വാൾ എന്നുള്ളത് കൂടിയാണ്. അതായത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ മാജിക് വാളിലൂടെ നമുക്ക് നൽകാൻ കഴിയും. അത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അല്ലേ, അതിന്റെ വിവരങ്ങൾ രഞ്ജിത്ത് നൽകും. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എങ്ങനെയാണ് രഞ്ജിത്തിന്റെ ഒരു ബെറ്റ് കിടക്കുന്നു? അതോടെ നിൽക്കട്ടെ, എന്താണ് നമുക്ക് മാജിക് വാളിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ് എൽദോ, ഗുഡ് മോർണിംഗ് രേണുക. ഏതായാലും വളരെ സമഗ്രമായി കഴിഞ്ഞ ഒരു 4 തെരഞ്ഞെടുപ്പുകളായെങ്കിലും നമ്മൾ കൃത്യമായി പ്രേക്ഷകരിലേക്ക് വിവരം എത്തിക്കുന്നത് നമ്മുടെ ഏറ്റവും ഫലപ്രദമായ ഈ മാജിക് ബോളിലൂടെയാണ്. ഒരുപക്ഷെ മലയാളത്തിൽ ഒരു ചാനലിലും ഇല്ലാത്ത ഒരു സംവിധാനം തന്നെയാണിത്. ഇന്ത്യയിലെമ്പാടും നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പിന്റെ വളരെ കൃത്യമായ വിശകലനം ഈ മാജിക് ബോളിലൂടെ പ്രേക്ഷകർക്ക് ലഭ്യമാകും. ഇതിപ്പോൾ നമ്മൾ സ്റ്റേറ്റ്സ് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.